യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ യോർദാൻ അക്കരെ കിഴക്ക് അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോരി രാജാവായ സീഹോൻ, അവൻ അർന്നോൻ ആറ്റുവക്കലുള്ള അരോവേൽ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലെയാദിന്റെ പാതിയും അമ്മോന്യരുടെ അതിരായ യബ്ബോക്ക് നദി വരെയും കിന്നരോത്ത് കടലും അരാബയിലെ കടലായ ഉപ്പുകടലും വരെ ബേത്ഷെയീമോളത്തോളം ഉള്ള കിഴക്ക് അരാബയും പിസ്കച്ചെരുവിൻ്റെ താഴെ തേമാനും വാണിരുന്നു. ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അസ്തരോത്തിലും എദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സൽക്കയും ബാഷാൻ മുഴുവനും ഗശൂര്യരുടെയും മഖാത്യരുടെയും ദേശവും ഗിലെയാദിന്റെ പാതിയും ഹെഷ്ബോൻ രാജാവായ സീഹോന്റെ അതിർവരെയും വാണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശയും ഇസ്രായേൽ മക്കളും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കളും യോർദാൻ ഇക്കരെ പടിഞ്ഞാറ് ലെബാനോന്റെ താഴ്വരയിലെ ബാദ്ഗാദ് മുതൽ സെയീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ ആകുന്നു. മലനാട്ടിലും താഴ്വീതിയിലും അരാബയിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തുമുള്ള ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവർ തന്നെ. എരിഹോ രാജാവ് 1, ബെഥേലിനരികെയുള്ള ഹായി രാജാവ് 1, യെരൂശലേം രാജാവ് 1, ഹെബ്രോൻ രാജാവ് 1, യർമൂത്ത് രാജാവ് 1, ലാഖീഷിലെ രാജാവ് 1, എഗ്ലോണിലെ രാജാവ് 1, ഗേസർ രാജാവ് 1, തെബീർ രാജാവ് 1, ഗേദർ രാജാവ് 1, ഹെർമോ രാജാവ് 1, ആരാദ് രാജാവ് 1, ലിബ്ന രാജാവ് 1, അതുല്ലാം രാജാവ് 1, മക്കേദ രാജാവ് 1, ബേഥേൽ രാജാവ് 1, തപ്പൂഹ രാജാവ് 1, ഹേഫർ രാജാവ് 1, അഫേക്ക് രാജാവ് 1, ഷാരോൻ രാജാവ് 1, മാദോൻ രാജാവ് 1, ഹാസോർ രാജാവ് 1, ഷിമ്രോൻ മെരോൻ രാജാവ് 1, അക്ഷാപ്പ് രാജാവ് 1, താനാക്ക് രാജാവ് 1, മെഗീദോ രാജാവ് 1, കാദേശ് രാജാവ് 1, കർമ്മേലിലെ യോഗ്നയാം രാജാവ് 1, ദോർമേട്ടിലെ ദോർ രാജാവ് 1, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് 1, തിർസ രാജാവ് 1. ആകെ 31 രാജാക്കന്മാർ. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവനെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തൻ്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അവനു പകരം അകപ്പെടുന്നു. വഷളൻ വായ്കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാൻ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ്കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ. വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്ത മാനസനോ കാര്യം മറച്ചുവെക്കുന്നു. പരിപാലനമില്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ വൃഥാ ലാഭമുണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ
ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവൻ്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രജ്ഞന സമ്പാദിക്കുന്നു, തിന്മയെ തിരയുന്നവനോ അതുതന്നെ കിട്ടും. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. സ്വഭവനത്തെ വലയ്ക്കുന്നവൻ്റെ അനുഭവം വായുവത്രേ. ഭോഷൻ ജ്ഞാനഹൃദയന് ദാസനായിത്തീരും, നീതിമാൻ ജീവവൃക്ഷം പ്രതിഫലം. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു, നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു. എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തേനോസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക്, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവരിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നത് പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല. പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തേഫാനാസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു. അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാൻ അല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്കിടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം
മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നദ്ധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ.